Dear friends, welcome to the NurseSkin YouTube channel. This video we are going to discuss oncology nursing part 1. So these questions are very important for coming Chittaranjan National Cancer Institute. Some of our subscribers plan to attend the exam conducted on July 4th. Also NIMHANS Kerala PSC. ഇത്രയും എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോ ആണ്. If you are new to our channel, please consider subscribe our channel. First question: most common site of metastasis of breast carcinoma is options lung, liver, brain, bone. Question: most common site of metastasis of breast carcinoma. Correct answer: bone. Bone is the most common site of metastasis of breast ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസർ ആദ്യം പകരാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ബോണിലാണ്. 41.1% ചാൻസ് ആണ് ബോണിനുള്ളത്. സോ 41.1% ആൻഡ് 22.4% ചാൻസ് ടു മെറ്റാസ്റ്റാസിസ് ടു ദ ലങ്. ലങ്ങിലേക്ക് പകരാനുള്ളത് ചാൻസ് 22.4%. ലിവറിലേക്ക് 7.3% ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ മെറ്റാസ്റ്റാസിസ് ടു ദ ബ്രെയിൻ 7.3%. So bone 41.1%. Next question: all are risk factors of cancer breast except options multiparity, family history of breast cancer, ovarian malignancy, fibroadenosis. All are risk factors of cancer breast. Cancer breast risk factor അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. Correct answer: multiparity. Multiparity means woman who has more than one child. ഒന്നിൽ കൂടുതൽ പ്രസവിച്ച സ്ത്രീകളെ മൾട്ടിപാരിറ്റി എന്ന് പറയാം. സോ അത് ഒരു റിസ്ക് ഫാക്ടർ അല്ല. അതുപോലെ ഫാമിലി ഹിസ്റ്ററി ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ, എന്തെങ്കിലും ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അതുപോലെ ഒവേറിയൻ മാലിഗ്നൻസി ഉണ്ടെങ്കിൽ, ഫൈബ്രോ അഡിനോസിസ് എന്ന് പറയുന്നത് നോൺ ക്യാൻസറസ് നോഡുലർ കണ്ടീഷൻ ഓഫ് ദ ബ്രസ്റ്റ് ആണ്. ബ്രസ്റ്റ് ആണ് നോൺ ക്യാൻസർ ആയിട്ടുള്ള ഒരു ലിംഫ് നോഡ്സ് വരുന്നതാണ് ഫൈബ്രോഅഡിനോസിസ്. അതുണ്ടെങ്കിലും ദർ ഇസ് എ റിസ്ക് ഫാക്ടർ. സോ ബ്രസ്റ്റ് ക്യാൻസറിന് സാധാരണ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ബ്രസ്റ്റ് ക്യാൻസറിന് നമ്മൾ കൊടുക്കുന്ന കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ് ഏതാണ്? സൈക്ലോഫോസ്ഫോമൈഡ് കൊടുക്കാറുണ്ട്. അതുപോലെ ടമോക്സിഫൻ കൊടുക്കാറുണ്ട്. മെത്തോട്രെക്സേറ്റ്, തമോക്സിഫൻ, സൈക്ലോഫോസ്ഫോമൈഡ്, ഇത്രയും മെഡിസിൻ ബ്രസ്റ്റ് ക്യാൻസറിന് കൊടുക്കാറുണ്ട്. അതുപോലെ ഒവേറിയൻ ക്യാൻസറിന് കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ് ആയിട്ട് സിസ്പ്ലാസ്റ്റിൻ, സൈക്ലോഫോസ്ഫോമൈഡ് കൊടുക്കാറുണ്ട്. സിസ്പ്ലാസ്റ്റിൻ ഒവേറിയൻ ക്യാൻസറിന് കൊടുക്കാറുണ്ട്. സിസ്പ്ലാസ്റ്റിൻ ആൻഡ് സൈക്ലോഫോസ്ഫോമൈഡ്. സെർവിക് ക്യാൻസറിന് സിസ്പ്ലാസ്റ്റിൻ അതുപോലെ മെത്തോട്രെക്സേറ്റ് കൊടുക്കാറുണ്ട്. സെർവിക് ക്യാൻസറിന് സിസ്പ്ലാസ്റ്റിൻ, മെത്തോട്രെക്സേറ്റ് കൊടുക്കാറുണ്ട്. Next question: organism responsible for cancer of cervix is options myxovirus, rhinovirus, papillomavirus, rotavirus. Correct answer: papillomavirus. Papillomavirus is responsible for cancer of cervix. പാപ്പിലോമ വൈറസ് സാധാരണ പകരുന്നത് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് വഴിയാണ്, എസ്പെഷ്യലി ജെനിറ്റൽ ഓർഗൻസ് വഴി ഡ്യൂറിങ് സെക്ഷൽ ഇന്റർകോഴ്സ് പകരാം. അതുപോലെ വായിലൂടെയും പകരുന്ന ഒരു വൈറസ് ആണ് പാപ്പിലോമ വൈറസ്. മിക്സോ വൈറസ് എന്ന് പറയുന്നത് കോമൺ കോൾഡ്, മംസ്, മീസിൽസ് തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന വൈറസ് ആണ് മിക്സോ വൈറസ് കോമൺ കോൾഡ്, മംസ്, മീസിൽസ്. റൈനോ വൈറസ് സാധാരണ കോമൺ കോൾഡ് ഉണ്ടാക്കുന്ന വൈറസ് ആണ്. റോട്ടാ വൈറസ് പകരുന്നത് റോട്ടാ വൈറസ് പകരുന്നത് ഫീക്കോ ഓറൽ റൂട്ട് വഴിയാണ്. സാധാരണ വേവിക്കാത്ത ഭക്ഷണം, പഴകിയ ഭക്ഷണ സാധനങ്ങളിലൂടെയൊക്കെയാണ് റോട്ടാ വൈറസ് പകരുന്നത്, ഫീക്കോ ഓറൽ റൂട്ട് വഴി. സാധാരണ കുട്ടികളിൽ വാട്ടറി ഡയറിയ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണ് റോട്ടാ വൈറസ്. കുട്ടികളിൽ വാട്ടറി ഡയറിയ ഉണ്ടാക്കുന്ന വൈറസ് ആണ് റോട്ടാ വൈറസ്. Next question: which marker is provided for ovarian cancer? Options CA19-9, PSA, CA15-3, CA125. Correct answer: CA125. CA125 ആണ് ഒവേറിയൻ ക്യാൻസറിന്റെ മാർക്കർ ആയിട്ട് അറിയപ്പെടുന്നത്. CA15-3 എന്നുള്ളത്
ബ്രസ്റ്റ് ക്യാൻസർ ആണ്. CA15-3 എന്നുള്ളത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. PSA എന്നുള്ളത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടോ എന്നറിയാൻ നമുക്ക് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ കഴിയും. മെയിലിൽ ഉണ്ടാകുന്ന ഒരു ക്യാൻസർ ആണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. CA19-9 അത് പാങ്ക്രിയാസിനുള്ള ക്യാൻസറിന് ഉള്ള സ്പെസിഫിക് മാർക്കറാണ് CA19-9. അപ്പൊ CA19 എന്നുള്ളത് പാങ്ക്രിയാസിനുള്ള മാർക്കറാണ്. CA15-3 എന്നുള്ളത് ബ്രസ്റ്റിനുള്ള ക്യാൻസർ ആണ്. CA125 എന്നുള്ളത് ഒവേറിയൻ ക്യാൻസർ ആണ്. ഈ ഒരു മൂന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. 4 പോയിന്റ് ഇവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്യാൻസർ മാർക്കേഴ്സ് ആണ്. അപ്പൊ ഇത്ര ഈ പോയിന്റ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്ഷനിൽ നമുക്ക് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് അറ്റൻഡ് ചെയ്യാനും കഴിയും. ഈ 4 ഓപ്ഷൻ നിങ്ങൾ 4 മാർക്കറും അറിഞ്ഞിരിക്കണം. യു ഷുഡ് നോ ദിസ്. Next question. A client is taking cyclophosphamide, Cytoxan, for the treatment of lymphoma. The nursing officer is very cautious because this drug poses the fatal side effect of options: alopecia, myeloma, CNS toxicity, hemorrhagic cystitis. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സൈക്ലോഫോസ്ഫാമൈഡ് ബ്രസ്റ്റ് ക്യാൻസറിന് കൊടുക്കുന്ന കീമോതെറാപ്യൂട്ടിക് ഡ്രഗ് ആണ്. അതുപോലെ തന്നെ ഒവേറിയൻ ക്യാൻസറിന് കൊടുക്കുന്ന കീമോതെറാപ്യൂട്ടിക് ഡ്രഗ് ആണ് സൈക്ലോഫോസ്ഫാമൈഡ്. അത് ഓർത്ത് വെക്കണം. അപ്പൊ ഈ ഒരു ഡ്രഗ് കൊടുക്കുമ്പോൾ നമ്മൾ വളരെ കോഷ്യസ് ആയിരിക്കണം. ബിക്കോസ് ദിസ് ഡ്രഗ് പോസസ് ദ ഫാറ്റൽ സൈഡ് ഇഫക്ട് ഓഫ് ഹെമറേജിക് സിസ്റ്റൈറ്റിസ്. ഹെമറേജിക് സിസ്റ്റൈറ്റിസ് ആണ് കറക്റ്റ് ആൻസർ. ഹെമറേജിക് സിസ്റ്റൈറ്റിസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഹെമറേജിക് സിസ്റ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്ലാഡർ ആണ്. സോ ഹെമറേജിക് സിസ്റ്റൈറ്റിസിൽ ഹെമച്യൂരി ഉണ്ടാവും. ബ്ലാഡറിൽ ഫുൾ യൂറിൻ ബ്ലഡ് കൊണ്ട് നിറഞ്ഞ് യൂറിൻ ഹെമച്യൂരി ആയിട്ട് പോകുന്നതാണ് ഹെമറേജിക് സിസ്റ്റൈറ്റിസ്. അലോപേഷ്യ ഈസ് എ കോമൺ കണ്ടീഷൻ, ലോസ് ഓഫ് ഹെയർ. ആഫ്റ്റർ അഡ്മിനിസ്റ്ററിംഗ് എനി ടൈപ്പ് ഓഫ് കീമോതെറാപ്യൂട്ടിക് ഡ്രഗ് ദ പേഷ്യന്റ് മേ ഹാവ് അലോപേഷ്യ. മൈലോമ എന്നുള്ളത് ക്യാൻസർ ഓഫ് ദ പ്ലാസ്മ സെൽസ്. മൾട്ടിപ്പിൾ മൈലോമ എന്ന് കേട്ടില്ലേ? പ്ലാസ്മ സെൽസിനുണ്ടാകുന്ന ക്യാൻസർ ആണ് മൈലോമ. മൾട്ടിപ്പിൾ മൈലോമ എന്നുള്ള കണ്ടീഷനിൽ പ്ലാസ്മ സെൽസ് മുഴുവൻ ക്യാൻസറസ് ആയിട്ട് ബോൺമാരോയിലൊക്കെ വന്ന് നിറഞ്ഞ് ആകെ വിഷയം ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് മൾട്ടിപ്പിൾ മൈലോമ. അപ്പം കറക്റ്റ് ആൻസർ ഹെമറേജിക് സിസ്റ്റൈറ്റിസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോസ്റ്റ് കോമൺ ക്യാൻസർ ഇൻ ഇന്ത്യ എമംഗ് മെൻ ഈസ് ഓപ്ഷൻസ്: ക്യാൻസർ ഓഫ് ഓറൽ ക്യാവിറ്റി, ക്യാൻസർ ഓഫ് ലങ്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ബ്ലാഡർ ക്യാൻസർ. കറക്റ്റ് ആൻസർ ക്യാൻസർ ഓഫ് ഓറൽ ക്യാവിറ്റി. ഇന്ത്യയിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്യാൻസർ ഓഫ് ഓറൽ ക്യാവിറ്റി ആണ്. നമുക്ക് വേൾഡും ഇന്ത്യയും കൂടെ നോക്കാം. ബോത്ത് സെക്സ്, ഓവറോൾ സെക്സ് എടുക്കുകയാണെങ്കിൽ മോസ്റ്റ് കോമൺ ക്യാൻസർ ഇന്ത്യയിൽ ബ്രസ്റ്റ് ആണ്. ഓവറോൾ സെക്സിൽ മോസ്റ്റ് കോമൺ ക്യാൻസർ ബ്രസ്റ്റ് ആണ്. പക്ഷെ വേൾഡിൽ വരുമ്പോൾ ലങ് ആണ്. സെക്കൻഡ് മോസ്റ്റ് കോമൺ ക്യാൻസർ ഓവറോൾ എടുക്കുകയാണെങ്കിൽ സെർവിക്സ് ആണ് ഇന്ത്യയിലെ. പക്ഷെ ഓവറോൾ വേൾഡ് എടുക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് ആണ്. മോസ്റ്റ് കോമൺ ക്യാൻസർ ഡെത്ത് വരുന്നത് ഓവറോൾ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് ആണ്, വേൾഡിൽ എടുക്കുകയാണെങ്കിൽ ലങ് ആണ്. ഇനി ഓവറോൾ കഴിഞ്ഞു. ഇനി മെന്നിന് മോസ്റ്റ് കോമൺ ക്യാൻസർ ഇൻ മെൻ ഇൻ ഇന്ത്യ ലിപ്പ് ഓർ ഓറൽ ക്യാവിറ്റി. വേൾഡിൽ എടുക്കുമ്പോൾ ലങ് ആണ്, പക്ഷെ ഇന്ത്യയിൽ ആണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ക്യാൻസർ ലിപ്പ് ഓർ ഓറൽ ക്യാവിറ്റി ആണ്. സെക്കൻഡ് മോസ്റ്റ് കോമൺ ക്യാൻസർ ഇൻ ഇന്ത്യ ലങ് ആണ് മെന്നിന്. വേൾഡിൽ പ്രോസ്റ്റേറ്റ് ആണ്. മോസ്റ്റ് കോമൺ ക്യാൻസർ ഡെത്ത് മെന്നിന് ഇന്ത്യയിൽ ലങ് ആണ്, ഓവറോൾ വേൾഡിലും ലങ് ആണ്. വുമണിൽ ഏറ്റവും മോസ്റ്റ് കോമൺ ക്യാൻസർ ഇന്ത്യയിൽ ബ്രസ്റ്റ് ആണ്, ഓവറോൾ വേൾഡിലും ബ്രസ്റ്റ് ആണ്. സെക്കൻഡ് മോസ്റ്റ് കോമൺ ക്യാൻസർ ഇന്ത്യയിൽ സെർവിക്സ് ഓർ യൂട്രസ് ആണ്, വേൾഡിൽ കൊളോറക്ടം ആണ്. മോസ്റ്റ് കോമൺ ക്യാൻസർ ഡെത്ത് ഇന്ത്യയിൽ ബ്രസ്റ്റ് ആണ്, വേൾഡിലും ബ്രസ്റ്റ് ആണ്. ICMR നിന്ന് എടുത്തിട്ടുള്ള ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു പാർട്ട്. Next question. Which among the following is a risk factor for renal and bladder cancer? Options: certain drugs, tobacco use, obesity, oral contraceptives.
കറക്റ്റ് ആൻസർ tobacco use. Tobacco use is a risk factor for renal and bladder cancer. Cigarette smoking is the main cause of bladder cancer. Bladder cancer ഉണ്ടാകാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കോസ് ആണ് സിഗരറ്റ് സ്മോക്കിംഗ്. 4-7% വരെ നോൺ സ്മോക്കേഴ്സിൽ നിന്നും സ്മോക്കേഴ്സിൽ ബ്ലാഡർ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ടുബാക്കോ യൂസ്, സിഗരറ്റ് സ്മോക്കിംഗ് ബ്ലാഡർ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുന്നു. Painless hematuria is the common clinical feature of renal and bladder carcinoma. Painless വേദനയില്ലാത്ത ഹെമച്യൂരിയ ആയിരിക്കും. മൂത്രത്തിലൂടെ ബ്ലഡ് പോകുന്ന അവസ്ഥയാണ്. അത് വേദനയില്ലാത്ത പെയിൻലെസ് ആയിട്ടുള്ള ഹെമച്യൂരിയാണ് ബ്ലാഡർ അതുപോലെ റിനൽ ക്യാൻസറിൽ ഉണ്ടാകുന്നത്. ഇത് ഉണ്ടാകാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എക്സ്പോഷർ ടു എനി കെമിക്കൽസ് ലൈക്ക് ഡൈസ്. ഇപ്പൊ പല കളറുമായിട്ട് ചേർക്കാനുള്ള ഡൈസ് ഒക്കെ ഉണ്ട്, കെമിക്കൽസ് ആയിട്ടുള്ള നമ്മള് നിത്യജീവിതത്തിൽ യൂസ് ചെയ്യുന്ന ഡൈസ്, അതുപോലെ പെയിന്റ് ഇത് ഇങ്ങനെയുള്ള കെമിക്കൽസിന്റെ എക്സ്പോഷർ കാരണം റിനൽ ആൻഡ് ബ്ലാഡർ ക്യാൻസർ വരുന്നുണ്ട്. അതുപോലെ ഫാമിലി ഹിസ്റ്ററി ഇൻക്രീസ് വിത്ത് ഏജ്, ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. അതുപോലെ ഏജ് കൂടുന്തോറും ഈ ഒരു ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നുണ്ട്. ആണുങ്ങളിലാണ് കൂടുതൽ ഈ ഒരു ക്യാൻസർ ഉണ്ടാകുന്നത്, ബ്ലാഡർ ക്യാൻസർ മെന്നിലാണ്, പക്ഷെ ഡെത്ത് റേറ്റ് കൂടുതൽ ഫീമെയിലാണ്. അതുപോലെ കീമോ വിത്ത് സൈക്ലോഫോസ്ഫാമൈഡ് എന്നുള്ള കീമോതെറാപ്പി ഡ്രഗ്, ഈ ഡ്രഗ് കൊടുക്കുമ്പോൾ ബ്ലാഡർ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സൈക്ലോഫോസ്ഫാമൈഡ് എന്നുള്ള ഡ്രഗ് ബ്ലാഡർ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കാൻ, ബ്ലാഡറിലെ ചില ടിഷ്യൂസിനൊക്കെ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഡ്രഗാണ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം ബ്ലാഡർ ക്യാൻസർ ഉണ്ടാക്കാവുന്ന ഒരു കീമോതെറാപ്യൂട്ടിക് ഡ്രഗ് ഏതെന്ന് വെച്ചാൽ സൈക്ലോഫോസ്ഫാമൈഡ് തന്നെയാണ്. സൈൻസ് ആൻഡ് സിംറ്റംസിൽ വരുന്നതാണ് പെയിൻ ഓർ ബേണിംഗ് സെൻസേഷൻ ഡ്യൂറിങ് യൂറിനേഷൻ, ഫ്രീക്വന്റ് യൂറിനേഷൻ, നൈറ്റിലൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യുന്ന തോന്നുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബേണിംഗ് മിച്ചുറേഷൻ ഒക്കെ ഉണ്ടാകുന്ന ഒരു സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. Next question, palliative treatment is options: radiation therapy used to treat cancer, surgery followed by chemo and radiation, given as a first step, shrink the tumor, relieve symptoms and improves quality of life. Palliative treatment is correct answer, relieve symptoms and improves quality of life. പാലിയേറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പേഷ്യന്റിനെ ഒരു ഓളായിട്ട് കൺസിഡർ ചെയ്തിട്ട്, എസ്പെഷ്യലി പേഷ്യന്റ് ഒരു ക്യാൻസർ എൻഡ് സ്റ്റേജ് ക്യാൻസർ പേഷ്യന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള അസുഖം ബാധിച്ച്, സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങളൊക്കെ ബാധിച്ച് കുറെ നാളായിട്ട് ബെഡിലായിട്ട് കിടക്കുന്ന പേഷ്യൻസിനെ അവരുടെ സിംറ്റംസ് കുറയ്ക്കുക, അവരുടെ പെയിന് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പാലിയേറ്റീവ് ട്രീറ്റ്മെന്റ്. ഇറ്റ് വിൽ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. മേ ബി ദേ ക്യാൻ ലീവ് 10 to 20 years, ബട്ട് their symptoms will worsening their condition. അപ്പൊ ആ ഒരു സിംറ്റംസ് നമുക്ക് കുറച്ചു കൊണ്ടുവന്നിട്ട് ആ പേഷ്യന്റിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നതാണ് പാലിയേറ്റീവ് ട്രീറ്റ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കീമോ ഡ്രഗ് വിച്ച് ക്യാൻ ബി അഡ്മിനിസ്ട്രേഡ് ഇൻട്രാതിക്കലി ഈസ് ഓപ്ഷൻസ്: സൈട്രാബിൻ, വിൻക്രിസ്റ്റിൻ, വിൻബ്ലാസ്റ്റിൻ, ഫ്ലൂറോയൂറാസിൻ. A chemo drug which can be administered intrathecally. Intrathecally means into the spinal canal. Correct answer, citrabin. Citrabin is the chemo drug which can be administered intrathecally. Intrathecally means into the spinal canal or into the subarachnoid space. അത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്, intrathecally എന്ന് പറഞ്ഞാൽ into the spinal canal. സൈട്രാബിൻ എന്നുള്ള മെഡിസിൻ ലുക്കീമിയക്ക് കൊടുക്കുന്ന കീമോതെറാപ്പി ഡ്രഗ് ആണ് സൈട്രാബിൻ. ലുക്കീമിയ ട്രീറ്റ് ചെയ്യുന്ന ഡ്രഗ് ആണ് സൈട്രാബിൻ. അതുപോലെ വിൻക്രിസ്റ്റിനും ലുക്കീമിയക്ക് കൊടുക്കുന്നതാണ് ALL, AML തുടങ്ങിയ ലുക്കീമിയക്ക്. അതുപോലെ ഹോഡ്കിൻസ്, നോൺ ഹോഡ്കിൻസ് ലുക്കീമിയക്ക് എല്ലാം കൊടുക്കുന്ന ഡ്രഗ് ആണ് വിൻക്രിസ്റ്റിൻ. വിൻബ്ലാസ്റ്റിനും ഹോഡ്കിൻസ് ലിംഫോമ, നോൺ ഹോഡ്കിൻ ലിംഫോമക്ക് കൊടുക്കുന്ന ഡ്രഗാണ് വിൻബ്ലാസ്റ്റിൻ. അതുപോലെ ക്യാൻസർ ഓഫ് ദ ടെസ്റ്റിക്കിളിനും കൊടുക്കാറുണ്ട് വിൻബ്ലാസ്റ്റിൻ. സ്പെഷ്യലി ആയിട്ട് ക്യാൻസർ ഓഫ് ദ ടെസ്റ്റിക്കിളിന് കൊടുക്കുന്ന കീമോതെറാപ്യൂട്ടിക് ഡ്രഗ് ഏതെന്ന് വെച്ചാൽ വിൻബ്ലാസ്റ്റിനുമാണ്. ഫ്ലൂറോയൂറോസിൽ എന്നുള്ളത് ഒരു ക്യാൻസറസ് അല്ലെങ്കിൽ നോൺ ക്യാൻസറസ് ആയിട്ടുള്ള സ്കിൻ ലീഷന് കൊടുക്കുന്ന ഒരു ഡ്രഗ് ആണ് ഫ്ലൂറോയൂറാസിൽ. സ്കിൻ ഗ്രോത്ത്, ക്യാൻസറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ക്യാൻസറസ് ആയിട്ടുള്ള സ്കിൻ ഗ്രോത്തിന് കൊടുക്കുന്ന ഡ്രഗ് ആണ് ഫ്ലൂറോയൂറാസിൽ.
സൈട്രാബിൻ, ലുക്കീമിയ, വിൻക്രിസ്റ്റിൻ, ലുക്കീമിയ, ALL, AML, ഹോഡ്കിൻസ്, നോൺ ഹോഡ്കിൻസ്, വിൻബ്ലാസ്റ്റിൻ എന്നുള്ളത് ഹോഡ്കിൻസ്, നോൺ ഹോഡ്കിൻസ്. അതുപോലെ ക്യാൻസർ ഓഫ് ദ ടെസ്റ്റിക്കിൾസ്, ഫ്ലൂറോയൂറോസിൽ ക്യാൻസറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ക്യാൻസറസ് ആയിട്ടുള്ള സ്കിൻ ഗ്രോത്തിന് കൊടുക്കുന്ന ഡ്രഗാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A nurse is caring for a 45-year-old female patient who undergone mastectomy. Which of the following intervention is appropriate to prevent the lymphedema as a post-operative complication? Options: ensuring patency of wound drainage tube, frequently elevating the arm of the affected side above the level of the heart, placing the arm on the affected side in a dependent position, restricting movement of the affected arm. Correct answer: frequently elevating the arm of the affected side above the level of the heart to prevent lymphedema. ഇപ്പൊ മാസ്റ്റക്ടമി എന്ന് പറയുന്നത് ബ്രസ്റ്റ് റിമൂവൽ, നമുക്ക് എന്തെങ്കിലും ഒരു ട്യൂമർ ബ്രസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടി, ആ ടിഷ്യൂ റിമൂവ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ലിംഫെഡിമ ഉണ്ടാവും. ലിംഫെഡിമ എന്ന് പറയുമ്പോൾ ആ ഒരു ലിംഫ് നോഡ് ഡിസ്ട്രക്ഷൻ ഉണ്ടാവും. നമ്മൾ ഇപ്പോ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്ന ഒരു സർജറി ചെയ്യുകയാണെങ്കിൽ ലിംഫ് നോഡിന് യൂഷ്വലി ഒരു ഡിസ്ട്രക്ഷൻ വരും. ആ സമയത്ത് അവിടെ സ്വെല്ലിംഗ് ഉണ്ടാവും. നമ്മുടെ കയ്യിലാണെങ്കിൽ കയ്യിലൊക്കെ സ്വെല്ലിംഗ് വരും, വല്ലാണ്ട് സ്വെല്ലിംഗ് വരും. അപ്പോൾ കാലിൽ സ്വെല്ലിംഗ് വരാറുണ്ട്. അങ്ങനെ സ്വെല്ലിംഗ് വരാതിരിക്കാൻ വേണ്ടിയാണ് ആ ഒരു ഭാഗത്തെ കൈ ഇലവേറ്റ് ചെയ്യുക. അഫക്റ്റഡ് സൈഡ് അബോവ് ദ ലെവൽ ഓഫ് ദ ഹാർട്ട് ജസ്റ്റ് ഒന്ന് എലിവേറ്റ് ചെയ്തു വെക്കണം ടു പ്രിവെന്റ് ലിംഫെഡിമ. അത്രയാണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Correct statement regarding fibroadenoma is options: commonest benign neoplasm of the breast, thought to be due to increased estrogen activity, a firm, smooth or rubbery lump in the breast with a well-defined shape, all of the above. Fibroadenoma. Correct answer: all of the above. ഫൈബ്രോഅഡിനോമ എന്ന് പറയുന്ന ഒരു നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ബ്രസ്റ്റ് ട്യൂമർ ആണ്. ക്യാൻസറസ് ട്യൂമർ ഉണ്ട്, നോൺ ക്യാൻസറസ് ട്യൂമർ ഉണ്ട്. അപ്പൊ ഇത് നോൺ ക്യാൻസറസ് ആണ്, അത്ര പ്രശ്നമില്ലാത്ത ഒരു ട്യൂമർ ആണ്. കോമണസ്റ്റ് ബിനൈൻ നിയോപ്ലാസ്റ്റ് ആണ്. കോമണസ്റ്റ് ബിനൈൻ ട്യൂമർ ഓഫ് ദ ബ്രസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫൈബ്രോഅഡിനോമ എന്ന ആൻസർ എഴുതാം. അതുപോലെ തോട്ട് ടു ബി ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഈസ്ട്രോജൻ, ഈസ്ട്രോജന്റെ ലെവൽ കൂടുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകാറുള്ളത്. അതുപോലെ ഈ ഒരു കണ്ടീഷൻ ഫേം, സ്മൂത്ത് ഓർ റബ്ബറി ലംപ് ഇൻ ദ ബ്രസ്റ്റ് വിത്ത് എ വെൽ ഡിഫൈൻഡ് ഷേപ്പ്. ഇപ്പൊ നമ്മൾ അവിടെ ഒരു പ്രസ് ചെയ്താല് ആ ഭാഗത്ത് ഒരു തടിപ്പ് കാണാം, പക്ഷെ അതൊരു വേദനയൊന്നും ഉണ്ടാവില്ല, പെയിൻലെസ് ആയിരിക്കും. ഈ ഒരു തടിപ്പ് സാധാരണ കാണുന്ന ഏജ് ഗ്രൂപ്പ് 15 to 25 ആണ്. 15 തൊട്ട് 25 വയസ്സിനിടയ്ക്കാണ് ഈ ഒരു തടിപ്പ് കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Name the chemical carcinogen which causes prostate cancer. Options: radon, arsenic, cadmium, asbestos. Correct answer: cadmium ആണ്. കാഡ്മിയം നിങ്ങൾ ഓർക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാം. നെയിം ദ കെമിക്കൽ കാർസിനോജൻ വിച്ച് കോസസ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. കാഡ്മിയം ആണ്. കാഡ്മിയം നമ്മൾ സാധാരണ ഇപ്പോൾ റീചാർജബിൾ ബാറ്ററീസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് കാഡ്മിയം. കാഡ്മിയം പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു കെമിക്കലാണ്. അതുപോലെ റാഡോൺ ലങ് ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. ഈ ഫസ്റ്റ് വൺ റാഡോൺ ലങ് ക്യാൻസർ ഉണ്ടാക്കുന്നു. ആഴ്സനിക് ലങ് ആൻഡ് സ്കിൻ ക്യാൻസർ ഉണ്ടാക്കുന്നു. ആസ്ബെസ്റ്റോസ് എന്താണ് ഉണ്ടാക്കുന്നത്? ലങ് ആൻഡ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് ക്യാൻസർ. ക്യാൻസർ ഉണ്ടാക്കുന്ന ആസ്ബെസ്റ്റോസ് ആണ്. അതുപോലെ ആസ്ബെസ്റ്റോസ് ഉണ്ടാക്കുന്ന ഒരു ക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷനാണ് മെസോതെലിയോമ. MESOTHELIOMA. ആസ്ബെസ്റ്റോസ് കൂടുതൽ ഇൻഹലേഷനോ അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിലൂടെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് മെസോതെലിയോമ. ക്യാൻസർ ഓഫ് ദ തിൻ മെംബ്രെയിൻ ദാറ്റ് ലൈൻ ദ സ്റ്റൊമക് ആൻഡ് ചെസ്റ്റ് ക്യാവിറ്റി. സ്റ്റൊമക്കിന്റെയും ചെസ്റ്റ് ക്യാവിറ്റിയുടെയും ലൈനിങ്ങിൽ ഉണ്ടാകുന്ന തിൻ മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിൻ ഉണ്ടാകുന്ന ക്യാൻസർ ആണ് മെസോതെലിയോമ. ആസ്ബെസ്റ്റോസിന്റെ ഇൻഹലേഷൻ കൊണ്ടും അല്ലെങ്കിൽ
നമുക്കൊരു ഇഞ്ചക്ഷൻ അറിയാതെ ഇഞ്ചക്ഷൻ വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. ശ്രദ്ധിക്കണം, എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഷ്യന്റ് വിത്ത് ട്യൂമർ ലൈസിസ് സിൻഡ്രോം is taking Cyloprib, other name allopurinol. Which laboratory value should the nurse monitor to determine the effectiveness of the medication? അപ്പൊ അലോപുരിനോൾ എന്നുള്ള മറ്റൊരു പേരാണ് സൈലോപ്രിം. സൈലോപ്രിം അല്ലെങ്കിൽ അലോപുരിനോൾ കഴിക്കുമ്പോൾ ഏത് ലാബ് വാല്യൂ ആണ് നേഴ്സ് മോണിറ്റർ ചെയ്യേണ്ടത്? ഓപ്ഷൻ സെറം ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ് ലെവൽ, സെറം പൊട്ടാസ്യം, ബ്ലഡ് യൂറിയ നൈട്രജൻ. കറക്റ്റ് ആൻസർ ഇവിടെ യൂറിക് ആസിഡ് ലെവൽ. സിറം യൂറിക് ആസിഡ് ലെവൽ മോണിറ്റർ ചെയ്യണം. പേഷ്യന്റ് ഈസ് ടേക്കിംഗ് അലോപുരിനോൾ ടു റെഡ്യൂസ് ദ യൂറിക് ആസിഡ് ലെവൽ ഇൻ ദ ബ്ലഡ്. ട്യൂമർ ലൈസിസ് സിൻഡ്രോം എന്താണ്? when a large amount of cancer cells dies within a short period of time, releasing their contents into the blood. അപ്പം സാധാരണ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ക്യാൻസർ സെല്ല് ഒന്ന് ഡിസ്ട്രോയ് ആയി പോവുകയാണ്. നമ്മൾ കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാൻസർ സെല്ല് ഡിസ്ട്രോയ് ആകും, അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്യുമ്പോൾ ക്യാൻസർ സെല്ല് ഡിസ്ട്രോയ് ആകും. അങ്ങനെ ഡിസ്ട്രോയ് ആകുന്ന ക്യാൻസർ സെല്ല് ബ്ലഡിലേക്ക് ഒന്നിച്ചങ്ങ് വരുമ്പോൾ ബ്ലഡിലുള്ള പൊട്ടാസ്യം കൂടും, ഫോസ്ഫേറ്റ് കൂടും, യൂറിക് ആസിഡ് ലെവൽ കൂടും. അപ്പൊ ഏതൊക്കെയാണ് ട്യൂമർ ലൈസിസ് സിൻഡ്രത്തിൽ ഏതൊക്കെയാണ് കൂടുന്നതെന്ന് നോക്കണം. പൊട്ടാസ്യം ഹൈപ്പർ കലീമിയ വരും, ഹൈപ്പർ ഫോസ്ഫേറ്റീമിയ വരും, ഹൈപ്പർ യൂറീസീമിയ വരും, യൂറിക് ആസിഡ് ലെവലും കൂടും. ഈ മൂന്നും കൂടും. ഹൈപ്പോ കാൽസ്യമീയ, കാൽസ്യ ലെവൽ കുറയുകയും ചെയ്യും. കാൽസ്യ ലെവൽ കുറയുകയും ബാക്കിയെല്ലാം കൂടുകയും ചെയ്യുന്നു. ഫോസ്ഫേറ്റ് ലെവൽ കൂടുന്നതുകൊണ്ടാണ് കാൽസ്യ ലെവൽ കുറയുന്നത്. ഫോസ്ഫേറ്റ് ലെവൽ കൂടുന്നതുകൊണ്ടാണ് കാൽസ്യ ലെവൽ കുറയുന്നത്. അലോപെരിനോൾ കഴിക്കുമ്പോൾ യൂറിക് ആസിഡ് ലെവൽ മോണിറ്റർ ചെയ്യണം. Allopurinol is used to decrease uric acid levels, so a monitoring of serum uric acid is essential. Potassium and phosphate levels are also increased in TLS, but are not affected by allopurinol therapy. TLS, tumor lysis syndrome, എങ്ങനെ ഉണ്ടാകുന്നു മനസ്സിലായി. അത് ഉണ്ടാകുമ്പോൾ ഏതൊക്കെ തരം പൊട്ടാസ്യം കൂടുന്നു, അതുപോലെ ഫോസ്ഫേറ്റ് കൂടുന്നു, യൂറിക് ആസിഡ് കൂടുന്നു, അതുപോലെ കാൽസ്യം കുറയുന്നു. ഇത്രയും കാര്യം മനസ്സിലാക്കണം. അപ്പൊ അലോപെരിനോൾ തെറാപ്പി പേഷ്യന്റ് മെഡിസിൻ എടുക്കുമ്പോൾ യൂറിക് ആസിഡ് ലെവൽ മോണിറ്റർ ചെയ്യണം, അതും മനസ്സിലായി. ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാൻസർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ദീസ് ക്വസ്റ്റ്യൻസ് ആർ യൂസ്ഫുൾ ഫോർ കമ്മിങ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാം. കൽക്കത്ത ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാം 4-ാം തീയതി വരുന്നുണ്ട്. അപ്പൊ അതിന് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്തത്. അപ്പൊ നമ്മുടെ ഇപ്പോൾ ഇനിയുള്ള ഒരു സ്കീം വന്നിട്ടുണ്ട്, 199 സ്കീം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ വീഡിയോ ജോയിൻ ചെയ്താൽ വീക്കിലി ഒരു വീഡിയോ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിലും നമ്മുടെ ഈ ചാനലിൽ ഒരു 4 വീഡിയോ ആഴ്ചയിൽ എക്സാം റിലേറ്റഡ് ടോപ്പിക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ ഒരു സ്പെഷ്യൽ വീഡിയോയിൽ കൂടുതൽ പോയിന്റ് ഉൾക്കൊള്ളിച്ച്, കാരണം കുറെ ആളുകൾ ജോയിൻ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ വീഡിയോ, ഒരു ലെങ്തി വീഡിയോ, ഒരു അരമണിക്കൂറുള്ള ഒരു വീഡിയോ വീക്കിലി ചെയ്യാമെന്ന് കരുതിയത്. അത് എക്സാമിന്റെ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ എല്ലാ ആഴ്ചയും കാണും ഓരോ വീഡിയോ. അത് വേണമെങ്കിൽ നിങ്ങൾ ആ ഒരു 199 എനേബിൾ ചെയ്യുക. ഇപ്പോൾ നിലവിലുള്ള 59-29 റുപ്പീസ് ജോയിൻ ചെയ്ത ആളുകളെയും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അവർക്ക് 199 ചെയ്യണമെന്നില്ല. താങ്ക് യു. ഇങ്ങനെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വിടാം. ഞാൻ വിചാരിക്കുന്നു ഓൾട്ടർനേറ്റ് ഡേയ്സ് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. ഡെയിലി വീഡിയോ ആകുമ്പോൾ നമുക്ക് 10 മിനിറ്റ് ഒക്കെ വരുന്നുള്ളൂ. ഓൾട്ടർനേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഒരു 20+ മിനിറ്റ്, 25 മിനിറ്റ് ഒക്കെ നമുക്ക് വീഡിയോ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാമിനേഷൻസ്. നമ്മൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.